ഇതിലെന്ത് കാപ്പി? കാപ്പിയില്ല, ടീ തൂൾ. കാപ്പി വേറെ. തേയില. തേയില. അത് തേയില. ഇന്നത്തെ യാത്ര കോട്ടഗിരിയിലേക്കാണ്. എല്ലാ തവണയും ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഊട്ടി വയനാടൊക്കെ ചെന്ന് നിൽക്കാറാണ് കേട്ടോ സാധാരണ. പക്ഷേ ഇത്തവണ അതിനൊരു മാറ്റം ഉണ്ടായി. ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ എല്ലാവരും. പിന്നെ ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഒരു അടിപൊളി ആയിരുന്നു കേട്ടോ ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ് തന്നെ. കാരണം നല്ല മഴയായിരുന്നു ആ ഒരു സമയത്ത്. ഞങ്ങൾ ചെക്ക് പോസ്റ്റ് കയറിയ ഉടനെ തന്നെ മഴ, അതുപോലെ തന്നെ നിറയെ മാന്. അപ്പോൾ ഈ ഒരു സമയത്ത് കാട്ടിലൂടെ ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ട് പോകുക എന്ന് വെച്ചാൽ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. Hola. എപ്പോഴും മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് എന്നുള്ള ക്യാപ്ഷനൊക്കെ ഇട്ട് കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഈ കോട്ടഗിരിയിലേക്കുള്ള യാത്രേൻ്റെ വീഡിയോസ് വളരെ കുറവാട്ടോ. ഇവിടെ ആനിമൽ സൈറ്റിംഗ് അത്രയും കിട്ടുന്ന ഒരു സ്ഥലമാണ്. ഈ കാട്ടികളും കാട്ടുപോത്തും എല്ലാം ഒരുപാടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ രാത്രിയിലുള്ള യാത്ര ആകുമ്പോൾ നല്ല ശ്രദ്ധിച്ച് പോകണം. ഞങ്ങൾ മുന്നേ സ്റ്റേ എടുക്കാതെയാണ് കേട്ടോ പോയത്. അതുകൊണ്ട് അവിടെ എത്തിയിട്ടാണ് ഞങ്ങൾ സ്റ്റേ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. അതും വൈൽഡ് സ്റ്റേ വേണമെന്ന് ഞങ്ങൾക്ക് നിർബന്ധമായത് കാരണം ഞങ്ങൾക്ക് കൊക്കോഡ് റിസോർട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ കറണ്ട് ഇല്ല, അതുപോലെ ഫുഡും അന്ന് അവൈലബിൾ അല്ല എന്ന് അവർ പറഞ്ഞു. കാരണം അവർ റേറ്റ് കുറച്ച് നമുക്ക് തന്നു. പക്ഷേ ഞങ്ങൾ നല്ല പെടലാണ് പെട്ടത്. രാത്രി ഒരിക്കലും ആ സൈഡിലേക്ക് പോകരുത്. ആനകൾ ഒരുപാടുള്ള ഏരിയയാണ്. കരടി, പിന്നെ പുള്ളിപ്പുലി, അതുപോലെ തന്നെ കരിമ്പുലി, ഇതൊക്കെ ഒരുപാടുള്ള ഒരു ഏരിയയിൽ ഒരു 30 കിലോമീറ്റർ കോട്ടഗിരിയിൽ നിന്ന് പോകണം കേട്ടോ ഈ റിസോർട്ടിലേക്ക്. അപ്പോൾ അത്രയും തിക്ക് ഫോറസ്റ്റിൻ്റെ ഇടയിലായിരുന്നു. ഇത്രയും പേടിച്ച് പോയൊരു യാത്ര വേറെ ഉണ്ടായിട്ടില്ല കേട്ടോ. കാരണം ഇതിൻ്റെ കുറച്ച് എത്തിയപ്പോൾ തന്നെ നമ്മളെ കംപ്ലീറ്റ് നെറ്റ്വർക്കും കട്ടായി. ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഗൂഗിൾ മാപ്പ് പോലും കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. തിരിച്ചു പോകാനുള്ള ധൈര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ചു പോകാനും പറ്റുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഈ കൊക്കോഡ് റിസോർട്ടിൻ്റെ അവർക്ക് പറ്റിയൊരു അബദ്ധം എന്താണെന്ന് വെച്ചാൽ അവരെവിടെയും അതിൻ്റെ സൈൻ ബോർഡൊന്നും വെച്ചിട്ടില്ല. ഒരുപാട് 30 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നിട്ട് നമുക്ക് രണ്ടും കൽപ്പിച്ച് വന്നതാണ്. കാരണം തിരിച്ചു പോകാൻ പേടിയായതുകൊണ്ട് ഞങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും ആന ഉണ്ടാവും, അതുകൊണ്ട് ശ്രദ്ധിച്ച് പോകണം എന്നുള്ളത്. പിന്നെ നമ്മൾ പോയതും ചെറിയ വണ്ടി കൊണ്ടായിരുന്നു. ഇത്രയും ഓഫ് റോഡാണെന്ന് നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാലും സേഫായിട്ട് അവിടെ എത്തി ഞങ്ങൾ. ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റിസോർട്ടായിരുന്നു കേട്ടത്. വൈൽഡ് ലൈഫ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഇഷ്ടപ്പെടും. കാരണം നല്ല ആനേൻ്റെ ചിഹ്നവിളിയും കുറേ മൃഗങ്ങളെ സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ട്. പിന്നെ കരടീനെല്ലാം എന്തായാലും സ്പോട്ട് ചെയ്യും. ഇവിടെ അത്രത്തോളം കരടി, കരിമ്പുലി, അങ്ങനത്തെ എല്ലാ വന്യജീവികളും ഉള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇവിടെ പ്രൈസ് വരുന്നത് 2500 ആണ് പെർ ഹെഡ് വരുന്നത്. അതിൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. പിന്നെ ഒരു നൈറ്റ് ട്രെക്കിങ്ങും ഉണ്ട്. പിന്നെ നമുക്ക് 1000 ആണ് കേട്ടോ അവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കാരണം ഇവിടെ ഒരു 15 കിലോമീറ്റർ ഉള്ളിലേക്ക് വന്നപ്പോഴാണ് അവർ വിളിച്ച് പറയുന്നത് കറണ്ട് ഇല്ല എന്ന്. പിന്നെ നമുക്ക് ഷെഫ് അവൈലബിൾ അല്ല, അതുകൊണ്ട് ഫുഡും കിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് അത് ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലാത്ത കാരണം ഞങ്ങൾ പോയിട്ടോ. പിന്നെ തിരിച്ച് പോകാനും നല്ല പേടിയായത് കാരണം നമ്മൾ എന്തായാലും മുന്നിലേക്ക് തന്നെ വന്നു. പഴയൊരു ഇല്ലൻ ടൈപ്പ് വീടാണ് കേട്ടോ. അതിൻ്റെ കിച്ചൺ വരുന്നത് കുറച്ച് മാറിയിട്ടാണ്. പിന്നെ ഇവിടെ ഫുഡ് അവർ ഉണ്ടാക്കി തരും നമുക്ക്. അതുപോലെ നമുക്ക് ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ കഴിക്കാം. പിന്നെ ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വിളിച്ച് പറഞ്ഞ കാരണം അവർക്കൊന്നും റെഡി ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ഏരിയയിൽ വെച്ചിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. ഇത് ഫുൾ ഓപ്പൺ സ്പേസ് ആണ്. ഇവിടെ നിന്ന് ഇരുന്നപ്പോൾ ആനേൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നേ. ഫുഡ് കഴിച്ച ഉടനെ ഞങ്ങൾ ട്രെക്കിങ്ങിന് പോയിട്ടോ. അവിടെ ജീപ്പുണ്ട്, അതിലാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. സീതാരാമനെ ചൊല്ലിക്കൂടി
സാധാരണ ട്രെക്കിങ്ങിന് പോകുമ്പോൾ എന്തെങ്കിലും കാണണം എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് മനസ്സിൽ ഉണ്ടാവുമല്ലോ. പക്ഷേ ഈ ഒരു ട്രെക്കിംഗ് അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. നമുക്ക് കാണുമെന്ന് ഉറപ്പായിരുന്നേ. കാരണം നല്ലോണം ആനൻ്റെ സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് കാണുമോ എന്നുള്ളൊരു പേടിയായിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആനേനെ കാണാൻ പറ്റിയില്ല. ഒരു കരടീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസിലായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് ക്യാമറയിൽ കിട്ടിയിട്ടില്ല കേട്ടോ. ഈ ഒരു വ്യൂ നല്ല വൈബായിരുന്നു കേട്ടോ. ഇതിൽ സത്യമംഗലം, അതുപോലെ അന്നൂർ, പെന്നാരി, പിന്നെ മേട്ടുപാളയം, അങ്ങനെ കുറേ ടൗണുകളാണ് കേട്ടോ ഈ കാണുന്നത്. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ നിന്ന് കാണാൻ. അങ്ങനെ ഞങ്ങൾ വന്ന് കിടന്നു കേട്ടോ. കാരണം രാത്രിത്തെ വീഡിയോ ഒന്നും എടുക്കാൻ കറണ്ട് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെയാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ രാവിലെ പുറത്തിറങ്ങിയപ്പോൾ ഇത്രയും പേടിച്ചൊരു സ്ഥലം കണ്ടപ്പോൾ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു കേട്ടോ. പക്ഷെ നല്ല തിക്ക് ഫോറസ്റ്റ് തന്നെയാണ്. മുകളിൽ നിറയെ കുരങ്ങന്മാരുണ്ട്. പിന്നെ അണ്ണാൻ, മലയണ്ണാൻ എല്ലാം ഉണ്ട് കേട്ടോ. കാരണം അവർ താഴെ ഇറങ്ങാത്തതിന് കാരണം ചുറ്റും ഡോഗ്സ് ഉണ്ട്. അപ്പോൾ അവരെ പേടിച്ചിട്ടാണ് ഒരു മൃഗങ്ങളും അടുത്തേക്ക് വരില്ല. പിന്നെ ഈ ഒരു സ്റ്റേയിൽ 2 ബെഡ്റൂമാണ് കേട്ടോ വരുന്നത്. പിന്നെ ഹാളിലൊരു ബെഡ് സ്പേസ് ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മെയിനായിട്ടുള്ള ഈ റൂമിൽ 3 കട്ടിലുണ്ട്. പിന്നെ കോമൺ ടോയ്ലറ്റ് ഉണ്ട്. അതുപോലെ അടുത്ത റൂമിലും അതുപോലെ തന്നെ കേട്ടോ ഒരു കട്ടിലാണുള്ളത്. അതിൽ കോമൺ ടോയ്ലറ്റ് ഉണ്ട്. പിന്നെ ഒരു വലിയൊരു ഡൈനിങ് സ്പേസ് പോലെ ഒരു ഓപ്പൺ ആയിട്ടുള്ളൊരു ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. ഇത് പ്ലംസ് പോലത്തെ ഒരു പഴമാണ് കേട്ടോ. കഴിക്കാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ നല്ല പുളിയായിരുന്നു കേട്ടോ. പിന്നെ ഇവിടെ മെയിനായിട്ട് പറയാനുള്ളത് ഈ ഡോഗ്സിൻ്റെ കാര്യമാണ് കേട്ടോ. ഇവർ ഭയങ്കര കെയറിങ് ആണ് നമുക്ക് കേട്ടോ. ഇവിടെ വരുന്ന ഗസ്റ്റിനെ ചുറ്റും നടന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള ഡ്യൂട്ടി അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ എവിടെയും തനിച്ച് വിടൂല, ചുറ്റും ഉണ്ടാവും. പക്ഷെ അവർ നമ്മളെ മേൽ കയറുക അല്ലെങ്കിൽ നമ്മളെ ശല്യം ചെയ്യുന്ന രീതിക്കുള്ള ഒരു ഇതുമില്ല കേട്ടോ അവർക്ക്. പിന്നെ ഈ ഒരു റിസോർട്ട് തന്നെ അടിപൊളി ആംബിയൻസ് ആണ്. ചുറ്റും നല്ല തിക്ക് ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയും തിക്ക് ഫോറസ്റ്റിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫസ്റ്റ് ടൈം ആട്ടോ നിൽക്കുന്നത്. എല്ലായിടത്തും നിർത്തി പോകാൻ വേണ്ടി ഞങ്ങൾ നേരത്തെ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഏരിയയിൽ നിന്നാണ് ഇന്നലെ നമ്മൾ കരടീനെ കണ്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ പോകുന്ന വഴിയിൽ ആനേനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലായിടത്തും ഇങ്ങനെ നിർത്തി പോകാമെന്ന് വിചാരിച്ച് കുറച്ച് നേരത്തെ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കയറി വന്ന സ്ഥലം ഇനി കാണിച്ചു തരാം കേട്ടോ. ഇത്രയും ലോങ്ങിൽ നിന്നാണ് നമ്മളിപ്പോൾ കയറി വന്നിട്ടുള്ളത്. ഇനി വലിയൊരു മലയും കൂടെ കയറി അപ്പുറത്തെ സൈഡിലേക്ക് എത്തിയിട്ട് വേണം നമ്മൾ ഊട്ടി അല്ലെങ്കിൽ കൊട്ടഗിരി ആ ഒരു ഏരിയയ്ക്കൊക്കെ എത്താനായിട്ട് കേട്ടോ. ಕಾಫಿ ಬೇರೆ തേയില ತೇಯಿಲೆ നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല കേട്ടോ ഇവരൊന്നും. ഭയങ്കര സ്നേഹമുള്ള മനുഷ്യരെ. പിന്നെ ഇത് അവരുടെ വീടാണ്. ഞങ്ങളെ വീട്ടിലേക്കൊക്കെ കൂട്ടി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഉള്ളിലെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി. ഉള്ളിലെല്ലാം കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര നീറ്റായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. നമ്മളെ വീട് പോലെ തന്നെ നല്ല വൃത്തിയിൽ ഇവർ കൊണ്ടുനടക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കാണുമ്പോൾ നമ്മളെ കടേൻ്റെ ഷട്ടർ ഇട്ട പോലെ ഉണ്ട്. പക്ഷെ ഇത് ഇവരെ വീടാണ്. പിന്നെ ഞങ്ങൾ താഴെ പോയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴും മുകളിൽ സൈറ്റിങ് കിട്ടും പറഞ്ഞപ്പോൾ അങ്ങോട്ട് കയറി. അധികം ഇവിടെ നമ്മളെ നാട്ടിൽ പശുക്കൾ നടക്കണ പോലെ കേട്ടോ കാട്ടുപോത്ത് ഇവിടെ കാണുന്നത്. ശരിക്കും ഞങ്ങൾക്ക് ഇതെല്ലാം ഭയങ്കര അത്ഭുതമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ഇവയെല്ലാം കാണാൻ വേണ്ടിയിട്ടാണ് ഈ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഈ നാട്ടിൽ ഇത് മനുഷ്യരോടൊപ്പം തന്നെ ജീവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര അത്ഭുതമായിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ചേച്ചി നേരത്തെ പറയുകയാണ് പെരുമ്പാമ്പിൻ്റെ മേൽ കയറി നിന്നിട്ടാണ് ഒരു ദിവസം തേയില പറിച്ചുകൊണ്ടിരുന്നത് എന്ന്. പക്ഷേ ഇവരെ തിരിച്ച് ഉപദ്രവിക്കാത്തതുകൊണ്ടായിരിക്കും ഇവർ ഇത്രയും ഒരു ഫ്രണ്ട്ലി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇവിടെ കാട്ടുപോത്തും കാട്ടികളെല്ലാം നമ്മുടെ നാട്ടിൽ പശുക്കൾ നടക്കുന്ന പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. Karena kawan. അത് വേണ്ട, അത് പ്രശ്നം ഉണ്ടാക്കുന്നു.
പശു ഏതാ പോത്താന്ന് വിചാരിച്ചിട്ട്. അതാ എന്നെ കണ്ണ എൻ്റെ കാര്യത്തിൽ ഇടയ്ക്കൊരു ട്രിപ്പ് പോണേ നമ്മളെ മൈൻഡ് എപ്പോഴും കൂളാക്കാൻ നല്ലതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം വൈൽഡ് ലൈഫ് ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് പോവാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എന്തായാലും ഈ ഒരു ട്രിപ്പ് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തിട്ടോ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.